ഹലോ മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ചിത്രത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇതിലൂടെ ലൈറ്റ് വന്നിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് റിഫ്രാക്ഷൻ, അപവർത്തനം, അതിൽ യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇനി രണ്ടാമതൊരു ചിത്രം, ഇങ്ങനെ ചിത്രം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡെൻസർ മീഡിയത്ത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് കടക്കുമ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് വന്ന് ഇതിന്റെ സർഫസ് ഏരിയയിലൂടെ പോകുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് ഏതാണ്? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് ഓർത്തേക്ക്. ഇത് ഏതിന്റെ ചിത്രമായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും ഓർത്ത് വയ്ക്കുക. അപ്പൊ എപ്പോഴും ഒരു ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് സർഫസ് ഏരിയയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട മക്കൾ, അതേതാണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ അളവിൽ ഒരു ലൈറ്റ് വന്നു എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്ന് അതേ മീഡിയത്തിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതന്നെയായിരിക്കും ഇവിടെയും വരിക. ഇവിടെ എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ അളവിലായിരിക്കും വരും. ഇപ്പൊ ഗ്ലാസിന്റെ 42 ഡിഗ്രി ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു 43 ഡിഗ്രി ഇവിടെ വന്നു വിചാരിക്കുക. അപ്പൊ ഇവിടെയും 43 ഡിഗ്രി. അപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക. അപ്പൊ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്, വെള്ളത്തിന്റെ ആകുമ്പോൾ 48.6 ഡിഗ്രി. അതിനേക്കാൾ കൂടുതലാണെങ്കിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറിയതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ മസ്റ്റ് ആണ് മക്കൾ. എന്താണ്? ഒന്നാമത്തത്, ലൈറ്റ് റേ ഷുഡ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. എപ്പോഴും പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് തന്നെ കടക്കണം. നോട്ട് ദ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. പതനക്കോൺ എപ്പോഴും ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിലായിരിക്കണം. ഇനി അതോടൊപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ അപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് വരും. ഒപ്റ്റിക് ഫൈബർ ഓർത്ത് വയ്ക്കുക, ഡയമണ്ടുകളുടെ തിളക്കങ്ങൾ ഓർത്ത് വയ്ക്കുക, അതേപോലെ എൻഡോസ്കോപ്പുകളൊക്കെ ഓർത്ത് വയ്ക്കുക, റിഫ്ലക്ടർ, വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാമ്പിൽ വരുന്ന റിഫ്ലക്ടർ, പെരിസ്കോപ്പ്, ഇതൊക്കെ എന്താണ്? ഇതിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ഷുവർ ആണ് മക്കളെ.